അധ്യായം 52. വീണ്ടും ഒരു വഴക്ക്. പ്രിയങ്ക ഭയന്ന് വിറച്ചു. നീലിമ അവർ രണ്ടുപേരെയും രൂക്ഷമായി നോക്കി. പ്രിയങ്ക, നീ ഇന്ന് ജോയിൻ ചെയ്തേയുള്ളൂന്ന് എനിക്കറിയാം. എന്നാലും ഇത്തരമൊരു സാഹചര്യം വന്നാൽ സൂര്യയെ സംരക്ഷിക്കാനെങ്കിലും ശ്രമിക്കണ്ടേ നീ? നീലിമ ചോദിച്ചത് കേട്ട് പ്രിയങ്ക വല്ലാതെയായി. മാഡം, അത് ഞാൻ പെട്ടെന്ന്. പ്രിയങ്ക വാക്കുകൾ കിട്ടാതെ പതറി. എന്ത് പെട്ടെന്ന്? അല്ല അത് പോട്ടെ. സൂര്യ, നീ എന്താ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നത്? നിനക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? നീലിമ ചോദിച്ചത് കേട്ട് സൂര്യ തല താഴ്ത്തി. നീലിമ അത്രയും ദേഷ്യത്തോടെ ആദ്യമായി സംസാരിക്കുകയായിരുന്നു. എനിക്കെപ്പോഴും നിന്നിങ്ങനെ രക്ഷിക്കാനായെന്ന് വരില്ല. അവൻ മുഖത്തെങ്ങനെ മടിച്ചിരുന്നേൻ എന്ത് ചെയ്തേനെ? ഒരു മോഡലിനെ സംബന്ധിച്ച് മുഖം പാടുകളില്ലാതിരിക്കണമെന്ന് അറിയില്ല നിനക്ക്? നീലിമ ചോദിച്ചു. സൂര്യ ഒന്നും പറയാതെ അവളെ നോക്കി. എന്താടാ നീ ഒന്നും പറയാത്തത്? ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് ശരിയാക്കി കൊണ്ടുവരുമ്പോ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് അവളെ നോക്കി. മാഡം, ഞാൻ ശ്രദ്ധിച്ചോളൂ. ഇനി ഇങ്ങനെ സംഭവിക്കില്ല. സത്യമായും ഞാൻ ഈ ഒരു വഴക്കിനും പോവില്ല. സൂര്യ പറഞ്ഞു. നീലിമ അവനെ നോക്കി. സൂര്യയുടെ മുഖം വാടിയിരുന്നത് അവൾ ശ്രദ്ധിച്ചു. സൂര്യ, നീ വഴക്കുണ്ടാക്കി എന്നല്ല ഞാൻ പറഞ്ഞത്. നീ അവിടെ ഒരക്ഷരം പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നത് തന്നെ. ഒരാൾ നമ്മളോട് കയർത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാൽ പിന്നീട് അവർ അങ്ങനെ ചെയ്യില്ല. നീലിമ പറഞ്ഞു. അവൾ തന്റെ കാര്യത്തിലുള്ള കരുതൽ കൊണ്ടാണ് അത്രയും പറയുന്നതെന്ന് സൂര്യക്ക് മനസ്സിലായി. സോറി നീലിമ മാഡം, ഞാൻ ഇനി അത് നോക്കിക്കോളാം, സൂര്യ ആത്മാർത്ഥമായി പറഞ്ഞു. എന്നാ ശരി, ജോലി നടക്കട്ടെ. നീലിമ ഉടനെ അവിടെ നിന്നും പോയി. പ്രിയങ്ക ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. നീലിമ വളരെ പാവമാണെന്നായിരുന്നു അവൾ ആദ്യം കണ്ടപ്പോൾ കരുതിയിരുന്നത്. നമ്മുടെ മാഡം ഇത്രയൊക്കെ ചൂടായി സംസാരിക്കുമെന്ന് ഞാൻ കരുതിയേയില്ല. ഇത്തിരി സൂക്ഷിച്ച് പെരുമാറണം ഇനി, പ്രിയങ്ക പറഞ്ഞു. സൂര്യയും അത് ശരിവെക്കുന്ന മട്ടിൽ തലയാട്ടി. സാം അലക്സ് അയാളുടെ ക്യാബിനിൽ ചെന്ന് കയറി ഡോർ ശക്തിയിൽ വലിച്ചടച്ചു. അയാളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ധ്യാൻ ആകെ ഭയന്നുപോയി. സാം അലക്സ് കലി തീരാത്ത മട്ടിൽ മേശയിലിരുന്ന ഫയലുകളും കോഫി കപ്പുമെല്ലാം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ധ്യാൻ അവന്റെ അരികിൽ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നീയൊക്കെ കാരണം ഞാൻ ആ പെണ്ണിന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വന്നത് കണ്ടോടോ കോപ്പേ, സാം അലക്സ് ധ്യാനിനെ നോക്കി പറഞ്ഞു. സാം തന്നോടുള്ള ദേഷ്യത്തിനാണ് ഇത്രയും ചെയ്തു കൂട്ടിയതെന്നറിഞ്ഞപ്പോൾ ധ്യാനിന്റെ മുഖത്ത് പേടി തെളിഞ്ഞു. ആ പെണ്ണ് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ കൃത്യമായി ചെന്ന് കയറിക്കൊടുത്തത്. വായും വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ നിനക്കനുസരിക്കാൻ എന്തെത്ര ബുദ്ധിമുട്ട്? സാം അലക്സ് ചോദിച്ചു. ധ്യാൻ മറുപടി ഇല്ലാതെ കുഴഞ്ഞു. അത് സാം, ഞാൻ. ധ്യാൻ വിക്കലോടെ പറഞ്ഞു. കോപ്പ്, ആ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? എല്ലാം നീ കാരണമാണ്. ഇനി എങ്ങനെ ഓഫീസിലുള്ളവരുടെ മുഖത്ത് നോക്കും ഞാൻ? സാം അലക്സ് പറഞ്ഞു. ധ്യാൻ എന്തു പറയണമെന്നറിയാതെ ഓർത്തു നിന്നു. എന്നിട്ട് പറഞ്ഞു. സാം, ആ സൂര്യ എന്റെ അവസരം തട്ടിയെടുത്ത ദേഷ്യത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അവൾ, ആ നീലിമ അങ്ങനെ വന്ന് ഇടപെടുമെന്ന് ഞാനും കരുതിയില്ല, ധ്യാൻ പറഞ്ഞു. ഓഫീസിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായാൽ നീലിമ വരുമെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അവളാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഉടക്കാൻ വേണ്ടി നടക്കുന്നവളാണ്. അപ്പോ നീയായിട്ട് അവസരവും കൊടുത്തു, സാം അലക്സ് പറഞ്ഞു. സാം, സോറി. ഞാൻ പറഞ്ഞല്ലോ, ഈ കോസ്മെറ്റിക്സ് കമ്പനിയുടെ ആഡ് ചെയ്യാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നതാണെന്ന് നിനക്കും അറിയാലോ. ആ സൂര്യയെ പെട്ടെന്ന് കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടു പോയതുകൊണ്ടാ ഞാൻ അവനോട് വഴക്കിട്ടത്, ധ്യാൻ സാം അലക്സിന്റെ നേർക്ക് നോക്കി പറഞ്ഞു. എന്നാലും ഓഫീസിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു നിനക്ക്. ഞാനത് പറഞ്ഞതല്ലേ മുൻപേ. അവൻ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യാതെ നിന്റെ ജോലി നോക്കി പോവാൻ, സാം അലക്സ് ചോദിച്ചു. അതുവരെ സൗമ്യമായി സംസാരിച്ചിരുന്ന ധ്യാൻ ഉടനെ ശബ്ദമുയർത്തി. സാം, നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ എല്ലായ്പ്പോഴും പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്ന ആളാണെന്ന്. ഇതിപ്പോ സൂര്യ എല്ലാ അവസരങ്ങളും കൊണ്ടുപോകുമ്പോ നിനക്കും എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് നിന്റെയും കൂടെ കഴിവുകേടാ. എന്നിട്ടും ഞാനത് ക്ഷമിച്ച് കൂടെ നിൽക്കുന്നെങ്കിലുമില്ലേ? വേറെ ടീമിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ധ്യാൻ അങ്ങനെ പറഞ്ഞ സാം അലക്സിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. അവൻ ഉടനെ കൈ ഉയർത്തി ധ്യാനിനെ പിടിച്ച് തള്ളി. എന്തു പറഞ്ഞടാ നീ? സാം അലക്സ് ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്ക് വേണ്ടി ഇത്രയൊക്കെ അവളോട് വാദിച്ച ഞാനിപ്പോ ആരായി? സാം അലക്സ് ചോദിച്ചു. സാം, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, ധ്യാൻ വ്യക്തമാക്കി. നീ എന്ത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും മതിയാക്ക്, മടുത്തെനിക്ക്, സാം അലക്സ് പറഞ്ഞു. സാം, നമ്മൾ തമ്മിലൊരു വഴക്കിന്റെ കാര്യമുണ്ടോ? ആ നീലിമ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട്, ധ്യാൻ ചോദിച്ചു. നീലിമ പറഞ്ഞത് പോട്ടെന്നെങ്കിലും വെക്കാം, പക്ഷെ നീ ഇപ്പൊ പറഞ്ഞതോ? നിനക്കെന്നെ കണ്ടാൽ വെറും ഉണ്ടാക്കനായി തോന്നുന്നുണ്ടോ? സാം അലക്സ് ചോദിച്ചു. അത് കേട്ട് ധ്യാൻ അവനെ ദയനീയമായി നോക്കി. സാം, ഞാൻ പറഞ്ഞല്ലോ. അതെനിക്ക് അവനത് പൂർത്തിയാക്കിയില്ല. മതിയടാ മതി. നിനക്ക് വേണ്ടി ആ നീലിമ കാണാതെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ആ ആപ്ലിക്കേഷൻ അയച്ചതെന്നറിയാമോ? എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ല, സാം അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ അത്ര ദേഷ്യപ്പെട്ട് ധ്യാൻ ആദ്യമായി കാണുകയായിരുന്നു. സാം അലക്സിന്റെ ദേഷ്യം കൂട്ടാൻ ധ്യാൻ ആഗ്രഹിച്ചില്ല. അവൻ ഉടനെ സാം അലക്സിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു. സാം, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നെ ആ പെണ്ണ് അപമാനിച്ചത് നീയും കണ്ടതല്ലേ? അതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ, ധ്യാൻ പറഞ്ഞു. അവന്റെ ദയനീയമായ സംസാരം കേട്ടപ്പോൾ സാം അലക്സ് കൂളായി. ആ, അതുപോട്ടെ, സാം അലക്സ് പറഞ്ഞു. ധ്യാൻ അപ്പോൾ സാം അലക്സിന്റെ തോളിൽ ചാഞ്ഞു. സാം, എല്ലാത്തിനും കാരണം അവളാണോ? ആ നീലിമ. എനിക്കിപ്പോ അവളെ കാണുന്നത് ഇഷ്ടല്ല. അവളെ പുറത്തേക്കാൻ നിനക്ക് കഴിയില്ലേ? ധ്യാൻ സാം അലക്സിന്റെ മുടിയിൽ തടവിക്കൊണ്ട് ചോദിച്ചു.
അവന്റെ സ്പർശം സാമലക്സിന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. സാമലക്സ് ധ്യാനിനെ തന്നോട് ചേർത്ത് നിർത്തി. അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഉടനെ അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഡിയർ, നമുക്ക് നോക്കാം അവൾ എവിടം വരെ പോകുമെന്ന്. ഇതൊക്കെ ചുമ്മാതെയാണ്, ആ ജോലിക്ക് കയറിയതിന്റെ ഷോ ഓഫ് ആണ്. ഞാൻ തീർത്ത് കൊടുക്കും. സാമലക്സ് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് മതി, അവളെയും അവനെയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ധ്യാൻ പറഞ്ഞു. അപ്പോൾ സാമലക്സ് അവന്റെ കവിളിൽ ചുംബിച്ചു. പെട്ടെന്ന് പരിസരബോധം വന്ന പോലെ ധ്യാൻ അവനിൽ നിന്നും മാറി. ധ്യാനിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് സാമലക്സ് അമ്പരന്നു. എന്തു പറ്റി? സാമലക്സ് ചോദിച്ചു. സാധാരണയായി സാമലക്സിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന സ്വഭാവമാണ് ധ്യാനിന്. ഇപ്പോൾ അവൻ എന്ത് പറ്റിയെന്നാണ് സാമലക്സ് ചിന്തിച്ചത്. ധ്യാൻ അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല. ഓഫീസിൽ ആരെങ്കിലും കണ്ടാൽ ആകെ സീനാവും. അവൾ പറഞ്ഞത് എല്ലാവരും കേട്ടതല്ലേ. നിന്റെയും എന്റെയും ജോലി അത് ബാധിക്കും. ധ്യാൻ സാമലക്സിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറിക്കൊണ്ട് പറഞ്ഞു. അത് ശരിയാണെന്ന് സാമലക്സിനും തോന്നി. എന്നാ ശരി, നീ വിട്ടോ, നമുക്ക് രാത്രി കൂടാം, സാമലക്സ് ചിരിയോടെ പറഞ്ഞു. ധ്യാൻ അതോടെ മുറി വിട്ടുപോയി. ധ്യാൻ പോയതോടെ സാമലക്സ് തന്റെ കസേരയിൽ ചെന്നിരുന്നു. അയാളുടെ മുഖത്ത് അപ്പോഴും നീലിമയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. എടി നീലിമ, നീ എവിടം വരെ പോകുമെന്ന് എനിക്കറിയണം. കിരൺ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരിട്ട് ഒന്നിനും വരാത്തത്. അപ്പോൾ നീ ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ നോക്കുന്നോ? വെറുതെ വിടില്ലടി ഞാൻ നിന്നെ, സാമലക്സ് സ്വയം പറഞ്ഞുകൊണ്ട് കൈ മേശമേൽ ദേഷ്യത്തോടെ ഇടിച്ചു. അവന്റെ മനസ്സിൽ അപ്പോൾ നീലിമയോടും സൂര്യയോടുമുള്ള പക മാത്രമായിരുന്നു. അവരെ എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നീലിമ അവളുടെ ക്യാബിനിലിരുന്നു സാമലക്സ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാവും നീയൊക്കെ ഓരോ ആൾക്കാർക്കെതിരെ ഓരോ തെമ്മാടിത്തരങ്ങളും കാണിക്കുന്നത്? സൂര്യ ഉയർന്നു വരുന്നത് തടഞ്ഞത് തന്നെ നീയൊക്കെയാണെന്ന് എനിക്കറിയാം. അവനവന്റെ കഴിവിൽ എങ്ങനെയെങ്കിലും ഉയർന്നു വരുമ്പോ വീണ്ടും അവനെ തളർത്താൻ നോക്കുന്നു. എന്തൊരു ജന്മമാണ് നീയൊക്കെ, നീലിമ സ്വയം പറഞ്ഞു. സാമലക്സ് തന്റെ ജോലിക്ക് എതിരായി എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ അയാളെ എങ്ങനെ തടുക്കാമെന്നും അതിന് എന്തൊക്കെ ചെയ്യണമെന്നും നീലിമ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടി. അപ്പോൾ സൂര്യ അങ്ങോട്ടേക്ക് കയറി വന്നു. സൂര്യ, നമുക്ക് ഫെയർ കോസ്മെറ്റിക്സിന്റെ ഓഫീസ് വരെ ഒന്ന് പോണം, ഒരു മീറ്റുണ്ട്, റെഡി ആയിരിക്ക്, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യ തലയാട്ടി. അപ്പോൾ നീലിമ വല്ലാതെ എന്തോ ആലോചിക്കുന്നത് പോലെ സൂര്യക്ക് തോന്നി. മാഡം എന്താ ഓർക്കുന്നത്? സൂര്യ ചോദിച്ചു. ഒന്നുമില്ല, ആ സാമിന്റെ ജോലിക്ക് എന്തെങ്കിലും പാര വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമായിരുന്നു. നീലിമ പറഞ്ഞു. അതോർത്ത് മാഡം വിഷമിക്കണ്ട, അയാൾ മാഡത്തിന് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. നന്നായി പേടിച്ചാണ് അയാൾ പോയത് തന്നെ. മാഡം പറഞ്ഞത് അത്ര രൂക്ഷമായിട്ടല്ലേ? ഇനി അഥവാ അയാൾ ജോലി കളയാൻ ശ്രമിച്ചാലും ഞാൻ സാമലക്സിനെതിരെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് പോലീസിലും കമ്പനിയുടെ മുകളിലേക്കും പരാതി കൊടുക്കും. അവന്റെ പണി അതോടെ പോവും. സോ അയാൾക്കൊരിക്കലും നീലിമ മാഡത്തിന് ജോലി കളയാൻ സാധിക്കില്ല, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ ആശ്വാസത്തോടെ അവനെ നോക്കി. സമയം കടന്നുപോയി. നീലിമ ഓഫീസിൽ നിന്ന് സൂര്യയുടെ കൂടെ ഫെയർ കോസ്മെറ്റിക്സ് ഓഫീസിലേക്ക് വന്നു. സൂര്യയുടെ കുറച്ച് നല്ല ഫോട്ടോസ് ഉൾപ്പെടുത്തിയ ഒരു ഫയലും അവൾ കൂടെ കൊണ്ടുവന്നിരുന്നു. ഓഫീസിലെ റിസപ്ഷനിൽ ചെന്ന് നീലിമ ചോദിച്ചു. വിനീത മേമിനൊന്ന് കാണണം, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നീലിമ പറഞ്ഞത് കേട്ട സ്റ്റാഫ് സൂര്യയൊന്നും നോക്കി അവരോട് കാത്തിരിക്കാൻ പറഞ്ഞു. പിന്നീട് ആരെയോ ഫോണിൽ വിളിച്ച് അനുവാദം എടുത്ത ശേഷം വിനീതയുടെ മുറിയിലേക്ക് അവരെ പറഞ്ഞു വിട്ടു. നീലിമ മുറിയിൽ കയറി. ഒതുക്കമുള്ള ഒരു ഓഫീസ് മുറിയായിരുന്നു അത്. ടേബിളിൽ ഫിലിം മാഗസിനുകളും ഫാഷൻ മാഗസിനുകളും ഇരിക്കുന്നുണ്ട്. അതിനപ്പുറം ഡയറക്ടർ എന്ന ബോർഡിന് പിന്നിൽ വിനീത ഇരിക്കുന്നു. ഏകദേശം ഒരു 34 വയസ്സ് തോന്നിക്കും. നീലിമ അവർക്ക് കുറച്ചുകൂടി പ്രായം പ്രതീക്ഷിച്ചിരുന്നു. വരൂ, ഇരിക്ക്, വിനീത ക്ഷണിച്ചു. നീലിമയും സൂര്യയും പുഞ്ചിരിയോടെ മുറിയിൽ കയറി ചെന്നു. ഇയാളാണല്ലേ സൂര്യ? വിനീത ചോദിച്ചു. അതെ മാഡം, നീലിമ പറഞ്ഞു. പ്രൊഫൈലൊക്കെ ഞാൻ കണ്ടു. അസിസ്റ്റന്റ് ദീപ വിളിച്ചപ്പോ സൂചിപ്പിച്ച് കാണുമല്ലോ ബാക്കിയൊക്കെ, വിനീത ചോദിച്ചു. പറഞ്ഞിരുന്നു, നീലിമ പറഞ്ഞു. ഈ ആഡിൽ സൂര്യയെ തന്നെ മോഡലാക്കാൻ ഞാനാണ് കമ്പനിയിൽ വാദിച്ചത്. സോ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും എനിക്കുണ്ട്, അറിയാലോ. ആഡിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അതിന്റെ ജോലിയെ വരെ ബാധിക്കും, വിനീത പറഞ്ഞു. മാഡം, സൂര്യയുടെ പ്രൊഫൈൽ കണ്ടുവെന്നല്ലേ പറഞ്ഞേ? സോ കൂടുതൽ പറയാനൊന്നുമില്ല. ഇവൻ വളരെ കഴിവുള്ള പയ്യനാണ്. ഇത് നന്നായി ചെയ്യാൻ ഇവനെ കൊണ്ട് സാധിക്കും, നീലിമ പറഞ്ഞു. എനിക്കും അതേ വിശ്വാസമാണ് നീലിമ ഉള്ളത്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, സൂര്യക്ക് ഇപ്പോഴത്തെ നിലയിൽ കരിയറിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഓഫറാണ്. സോ ഇത് പൂർണ്ണമായും അവന്റെയും കൂടെ ഉത്തരവാദിത്തമാണ്, വിനീത പറഞ്ഞു. മാഡം, അത് ഞാൻ ഉറപ്പായി നന്നായി തന്നെ ചെയ്യും, സൂര്യ ഉടനെ കയറി പറഞ്ഞു. നീലിമ അതിശയത്തോടെ അവനെ നോക്കി. ആദ്യമായി അവൾ അവനെ കാണുമ്പോൾ സൂര്യ ഒരു ഫോട്ടോക്ക് പോലും പോസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ലാത്ത പയ്യനായിരുന്നു. എന്നാൽ ഇന്ന് ഫെയർ കോസ്മെറ്റിക്സ് പോലെയുള്ള വലിയൊരു കമ്പനിയുടെ ഡയറക്ടറുടെ മുന്നിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നീലിമ സൂര്യയെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അവരുടെ വിനയവും എളിമയും എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു വിനീത. സാധാരണയായി മോഡലുകൾക്കും ഒപ്പം വരുന്ന മാനേജർക്കുമെല്ലാം ഭയങ്കര അഹങ്കാരം കാണാറുണ്ട്. പക്ഷെ നീലിമയും സൂര്യയും സിമ്പിൾ ആളുകളാണെന്ന് തിരിച്ചറിഞ്ഞ വിനീത ഉടനെ പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് ഒരുപാട് നാളുകളായി പ്ലാൻ ചെയ്യുന്ന ആഡാണ്. പല പല മോഡൽസിനെയും നോക്കിയതുമാണ്. പക്ഷെ ചേരുന്ന ഒരാളെ കണ്ടു കിട്ടിയില്ല, അതാണ് വൈകിയത്, വിനീത വ്യക്തമാക്കി. അറിയാം മാഡം, സൂര്യ അതിലേക്ക് തിരഞ്ഞെടുത്തതിന് നന്ദിയുണ്ട്,
നീലിമ പറഞ്ഞു. മിസ് നീലിമ, നിങ്ങളെയും നിങ്ങളുടെ കമ്പനിയെയും കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. നിങ്ങൾ കേടായി വന്ന ശേഷമാണ് സൂര്യക്ക് ഇത്രയും ഡെവലപ്മെന്റ് കരിയറിൽ വന്നതെന്ന് അപ്പോൾ മനസ്സിലായി. എങ്ങനെയാണ് നീലിമ സൂര്യയുടെ കരിയറിൽ ഇത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്? വിനീത ചോദിച്ചു. നീലിമ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. മാഡം, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. സൂര്യ ആദ്യമേ നല്ല കഴിവുള്ള ആളാണ്. അവന്റെ ഓൾഡ് ഗൈഡ് നന്നായി ട്രെയിൻ ചെയ്യിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അവന് നല്ല അവസരങ്ങൾ കിട്ടാതെ പോയത്. ഞാൻ വന്നപ്പോൾ മാക്സിമം അവന് വേണ്ടി അവസരങ്ങൾ തിരഞ്ഞു കണ്ടുപിടിച്ചാണ് ഇവനെ ഇത്രയും ദൂരം എത്തിച്ചത്. നീലിമ അഭിമാനത്തോടെ പറഞ്ഞു. അത് കേട്ട് വിനീത പുഞ്ചിരിച്ചു. നീലിമയുടെ എളിമ വിനീതക്ക് വളരെ ഇഷ്ടമായി. നീലിമ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? വിനീത ചോദിച്ചു. യെസ് മാഡം, ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു മീഡിയ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ, അതാണ് ഈ കുട്ടിക്ക് എല്ലാത്തിലും വ്യക്തമായി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്നത്, വിനീത മനസ്സിൽ പറഞ്ഞു. ഓക്കെ മിസ് നീലിമ, സൂര്യ ഞങ്ങൾക്ക് ഓക്കെയാണ്. കാണാൻ നല്ല സൗന്ദര്യവും നിഷ്കളങ്കമായ മുഖമുള്ളവർക്ക് മാത്രമേ ഈ ആഡ് ചെയ്യാൻ കഴിയൂ. സൂര്യക്ക് അത് പറ്റും. മേക്കപ്പ് ഇല്ലാതെ തന്നെ നമ്മുടെ മോഡൽ എത്ര ഭംഗിയുണ്ടേ. പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ആഡിൽ കാണിച്ചാൽ ഇതിലും ഭംഗിയുണ്ടാവുമല്ലോ. ഓൾറെഡി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മറ്റൊരാളും ഈ അവസരത്തിന് അപ്ലൈ ചെയ്തിരുന്നു. ഇതിൽ റഫ് ലുക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയതാണ്, വിനീത പറഞ്ഞു. വിനീത ഉദ്ദേശിക്കുന്നത് ധ്യാനിന്റെ കാര്യമാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അവൾ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോ നമുക്ക് മുന്നോട്ട് പോവാമല്ലോ അല്ലേ? വിനീത ചോദിച്ചു. ഉറപ്പായും മാഡം, നീലിമ പറഞ്ഞു. സൂര്യ ആത്മവിശ്വാസത്തോടെ ചിരിച്ചു. എന്നാൽ ഇനി ഒരു ചെറിയ ടെസ്റ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒഫീഷ്യലായി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം, വിനീത പറഞ്ഞു. അത് കേട്ട് സൂര്യയും നീലിമയും ആശങ്കയോടെ പരസ്പരം നോക്കി.